അതെ, ഇവിടെ വന്നത് ഇങ്ങനെ തിരയണനാണോ? മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴും അതിനെല്ലാം ശാന്തമാക്കുന്നൊരു സ്ഥലമല്ലേ സച്ചി ഈ കടല്. അച്ഛന്റെ മരണം, അത് കഴിഞ്ഞുള്ള ആശ്രമത്തിലെ ഒറ്റപ്പെട്ട ജീവിതം, പിന്നെ ഈ നഗരത്തിലേക്കുള്ള പറിച്ചു നടൽ. ആദ്യമൊക്കെ ജോലിയൊന്നും വേണ്ട, ആശ്രമത്തിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു അന്നൊക്കെ. ഇവിടെ വരുമ്പോഴ ഒരു ആശ്വാസം തോന്നിയിരുന്നത്. ഇപ്പോഴും ആശ്രമത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നലുണ്ടോ? ഞാനെപ്പോ ചെന്നാലും 2 കൈ നീട്ടി സ്വാമിജി സ്വീകരിക്കും. എന്റെ സ്ഥാനം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ എന്റെ അനുഭവങ്ങളുടെ തീയിൽ ഞാൻ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സച്ചിയോട് ഒരുപാട് ബഹുമാനമുണ്ട്. എന്തിന്? വക്കീലിനെ പോലെ ഒരാൾ ബഹുമാനിക്കാനും മാത്രം എന്നിൽ എന്താ ഉള്ളത്? എനിക്ക് ഒരു പ്രത്യേകതയില്ല. ജീവിതത്തിൽ തോറ്റുപോയൊരുത്തൻ, അതാണ് ഞാൻ. സച്ചിക്ക് പ്രത്യേകതയൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു? വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കാണാതെ പോയ ഭാര്യയോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ്, സ്നേഹം, ആത്മാർത്ഥത, ഇതൊന്നും അധികം പുരുഷന്മാരിലൊന്നും കാണാൻ കിട്ടില്ല. അർച്ചനെ, ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വക്കീലിന് അറിയാമോ? അവളെനിക്ക് അത്ര ബെസ്റ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നന്മ മുഴുവൻ അവളായിരുന്നു. എങ്കിൽ ഞാനൊരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കട്ടെ? സാങ്കല്പികമല്ലേ? ചോദിക്കാം. അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ? ഒരു ദിവസം സച്ചി അർച്ചനയെ കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ സമയം അർച്ചന മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും സച്ചി എന്ത് ചെയ്യും? പറയൂ സച്ചി, എന്ത് ചെയ്യും?